ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യഥാ ഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷഞ്ജതി സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. മലയാളം: വിഷയങ്ങളിലെന്നോണം കർമ്മത്തിൻ ഫലമേതിലും സങ്കൽപ്പസംഗവും ചേരാ യോഗി യോഗമണഞ്ഞിടും. യഥാ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു, ഇന്ദ്രിയ വിഷയങ്ങളിലും അവയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളിലും നഹി അനുഷജ്യതേ, ഒട്ടും ആസക്തിയില്ലാതാവുമ്പോൾ, യഥാ സർവസങ്കൽപ്പ സന്യാസി സഹ യോഗാരൂഢ ഉച്യതേ, സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിച്ച അയാളെ യോഗാരൂഢനെന്ന് പറയുന്നു. അപ്പോൾ യോഗാരൂഢൻ എന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മളെ യോഗാരൂഢൻ എപ്പോഴാണ് വിളിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒന്നും കൂടെ തെളിച്ച് പറയുകയാണ്. ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ തന്നെ വിശദീകരിച്ച് കൊടുത്ത് കഴിഞ്ഞു, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാണ്. സാധാരണ സാധകന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും ആരുരുക്ഷുക്കളാണ്. അതായത് യോഗാവസ്ഥയെ ആരോഹണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് നിഷ്കാമ കർമ്മയോഗമാണ്. അപ്പം നമ്മൾ കർമ്മത്തിൽ, ഈ സാധകൻ കർമ്മത്തിൽ സമചിത്തത കൈവരിച്ച് കഴിഞ്ഞാൽ അവരെയാണ് എന്ത് വിളിക്കുന്നത്? യോഗാരൂഢനെന്ന് വിളിക്കുന്നത്. അതുവരെ നമ്മൾ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. സമചിത്തത കിട്ടുന്നതിന് മുൻപ് നമ്മൾ കർമ്മം ഉപേക്ഷിക്കുകയാവുകയാണെങ്കിൽ അത് കുറച്ചൊരു വ്യഥാവിലാവുകയാണ് ചെയ്യുന്നത്, വ്യർത്ഥമാവുകയാണ് ചെയ്യുന്നത്. അപ്പം എപ്പോഴാണ് യോഗാരൂഢരാവുക എന്ന് ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ ശ്ലോകത്തിൽ കൂടെ തരുന്നത്. ഇതെല്ലാം വളരെയധികം പ്രാവശ്യം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും ഒട്ടും മനസ്സിന് ആസക്തി ഇല്ലാതാവുമ്പോഴാണ് ഒരാൾ യോഗാരൂഢനായിട്ട് തീരുന്നത്. അപ്പം ധ്യാനത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. ധ്യാനത്തിൽ മറ്റ് സങ്കല്പങ്ങൾ ആദ്യം ഇന്ദ്രിയങ്ങളെ അടക്കണം, പിന്നീട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിക്ഷോഭങ്ങൾ, അതും നമ്മുടെ ബാഹ്യവിഷയങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാളും വിക്ഷേപം ഉള്ളിൽ സൃഷ്ടിക്കും സങ്കല്പങ്ങൾ. അപ്പോൾ ആ മനസ്സിനെ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്ന അതേപോലെ തന്നെ സങ്കല്പങ്ങളെയും വെടിയണം. അങ്ങനെ ഉള്ള ഒരു സാധകനാണ് ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനാവസ്ഥയും കൂടെ ചെയ്ത് യോഗാരൂഢനായിട്ട് മാറുന്നത്. ഇത് ഒരു പ്രാവശ്യം, കുറേ പ്രാവശ്യം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. 5-ാമത്തെ ശ്ലോകം: ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. മലയാളം: വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. തന്നെ താൻ ഉയർത്തേണം, തന്നെ താഴ്ത്താതെ നോക്കണം, തനിക്കു താൻ തന്നെ സുഹൃത്ത്, താൻ തന്നെ ശത്രുവായതും. ആത്മാനം ആത്മന ഉദ്ധരേത്, ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിപ്പിക്കണം. ഹി ആത്മാനം ന അവസാദയേത്, ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. ഹി ആത്മാ ഏവ ആത്മനഃ ബന്ധു ആത്മാ ഏവ ആത്മനഃ രിപുഃ. എന്തെന്നാൽ താൻ തന്നെയാണ് തൻ്റെ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ശത്രു. ഒരു യഥാർത്ഥ സാധകനെ ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ഗുരു അനുഗ്രഹിക്കുമോ? നമ്മളെല്ലാവരും ഈശ്വര കടാക്ഷം വേണമെന്ന് വിചാരിച്ചാണല്ലോ അമ്പലങ്ങളിലൊക്കെ പോകുന്നതും പൂജകൾ നടത്തുന്നതൊക്കെ. ആ ഒരു വിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ പ്രയത്നിക്കാതിരുന്നിട്ട് കാര്യമില്ല. എന്ത് കാര്യങ്ങളിലും ഭഗവാന്റെ കൃപ എപ്പോഴും എല്ലാവരിലും ഉണ്ടാവും. എന്തൊരു പ്രയാസമല്ലേ! എത്രയും പേരുടെ കാര്യങ്ങൾ ഭഗവാൻ കേൾക്കണം, അവരെ എല്ലാം അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അവരുടെ എല്ലാ സങ്കടങ്ങൾ കേൾക്കണം. പക്ഷേ ഭഗവാൻ എല്ലാവരുടെ കൂടെ തന്നെയും ഉണ്ടാവും.
എന്ന് വിചാരിച്ച് നമ്മൾ അത് ഭഗവാൻ നോക്കിക്കോളും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളുടെ പ്രയത്നം അവിടെ ഇല്ലെങ്കിൽ ഭഗവാൻ മാത്രം വിചാരിച്ചുകൊണ്ട് ആ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് നല്ലൊരു ആദർശമൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ മാത്രമേ ആ ആദർശം ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രവൃത്തിയിൽ ആ ആദർശം കാണിക്കരുത്. ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലി, കള്ളു കുടിക്കുന്നത് ഇതെല്ലാം വളരെ ചീത്ത സ്വഭാവമാണ് എന്ന് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഒരു പീരീഡിൻ്റെ ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ച് തീർക്കുന്നു. അതിൽ കാര്യമില്ലല്ലോ. അപ്പം നമ്മളുടെ ആദർശങ്ങൾക്കനുസരിച്ച് നമ്മളും ജീവിക്കണം. നമ്മളൊരു ആദർശം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമ്മളും അതുപോലെ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം ഈ പ്രവൃത്തി നല്ലതല്ലെന്നും നമ്മുടെ ഏതാണ് നല്ല പ്രവൃത്തിയെന്നും നമ്മുടെ മനസ്സിലെ ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം അതിലേക്ക്. പക്ഷേ നമ്മളതല്ല ചെയ്യുന്നത്. നമ്മളെല്ലാം നമ്മുടെ ആദർശങ്ങൾക്ക് വിപരീതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മളെ പോലത്തെ ചിലരുടെയൊക്കെ ധാരണ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അല്ലെങ്കിൽ സമ്പൂർണ്ണനാണ് എന്നൊക്കെയാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോഴേ അത് ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലേ. നമ്മൾ വളരെ നല്ല കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ കേൾവിക്കാരന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇയാളെന്താ അങ്ങനെയെന്ന് നമ്മളെപ്പറ്റി തോന്നും. അതെപ്പോഴും നല്ല ഒരു സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ വളരെ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് പൊറുതിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ദൗർബല്യം നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇതേ ദൗർബല്യം ഇതുപോലത്തെ ഒരു പ്രവൃത്തി വേറൊരാൾ ചെയ്യുമ്പോൾ നമ്മളതിനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബുദ്ധിക്ക് നല്ല ബോധമുണ്ട് എന്നതാണ് ചെയ്യേണ്ടത്, ഇതാണ് ആദർശം എന്ന്. പക്ഷെ മനസ്സാണ് പ്രശ്നം. മനസ്സിലാണ് ഈ കാമം, ക്രോധം, ദേഷ്യം എല്ലാ വിചാരങ്ങളും വരുന്നത് മനസ്സിലാണല്ലോ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾക്ക് ആദർശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾക്ക് ആ പരമദിവ്യമായിട്ടുള്ള ഒരു ആത്മസ്വരൂപം ഉണ്ടെന്നെല്ലാം അറിയാം. അതിലേക്ക് എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഭ്രമിപ്പിച്ച് ഇന്ദ്രിയങ്ങളിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്നത് മനസ്സാണ്. അതാണ് പറഞ്ഞത്, ആത്മാവിനെ അധപ്പതിപ്പിക്കരുത് എന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കിണർ കുഴിച്ചു, വെള്ളം കണ്ടു, അതിലേക്ക് വീണ്ടും ആ മണ്ണെല്ലാം കൂടെ താഴേക്ക് വീഴാനായിട്ട് അനുവദിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ച് പരമാനന്ദ സ്വരൂപത്തെ അറിയാനുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് മനസ്സിനെ പിടിച്ച് താത്തി വീണ്ടും ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും നേരം ചെയ്ത കാര്യങ്ങൾ മുഴുവനും വെഡ്ഡിത്തരമായിട്ട് പോകും. അപ്പോൾ വിവേകശക്തി നല്ലവണ്ണമുള്ള ഒരു ബുദ്ധിക്ക് മാത്രമേ പറ്റുള്ളൂ, ഈ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള ചില ഉപായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങളാണത്രേ ഈ ആധ്യാത്മികമായിട്ടുള്ള സാധനകൾ. അപ്പം നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മൾ തന്നെ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പറയണേക്കാലേ താൻ പാതി ദൈവം പാതി എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളോട് ഞാൻ തമാശയ്ക്ക് പറയും, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പകുതി ടെക്സ്റ്റ് പഠിക്കുക, ബാക്കി പകുതി ദൈവം മനസ്സിൽ തോന്നിച്ച് തരുന്നല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക എന്ന് വിചാരിച്ച് ആ പരീക്ഷയുടെ അന്ന് തന്നെ ചിലപ്പോൾ ഒരു തലവേദന വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ യാത്രയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവാം. അങ്ങനെ നമുക്ക് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാൻ പറ്റിയില്ല എന്ന് വരാം. ഇപ്പം ഇന്നലെ മറ്റേ പേപ്പറിൽ കണ്ടത്, ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ബസ് വേറെ ആരെയും എടുക്കാതെ ആ കുട്ടീനെ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് സമയത്ത് എത്തിച്ചു എന്ന്. ആ കണ്ടക്ടർക്കും ഡ്രൈവർക്കൊക്കെ വളരെ എല്ലാവരും അഭിനന്ദിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, നമുക്കറിയാം, നമുക്ക് പരീക്ഷ എഴുതുകയാണ് നമ്മുടെ ലക്ഷ്യം, അതിനുള്ളത് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് എഴുതാൻ സാധിക്കണം എന്നില്ലല്ലോ, അത് ഭഗവാൻ ചെയ്തു തരും. അതായത് നമ്മളുടെ പരിശ്രമം അത്രയ്ക്കും ഉണ്ട്, ഭഗവാനോടുള്ള നിന്ന ഇല്ല, അതിന് പകരം ഭഗവാനെ സ്മരണ മാത്രമേ ഉള്ളൂ എങ്കിൽ
ആ കാര്യം, അതായത് നിങ്ങളെ അവിടെ എത്തിച്ച് നിങ്ങൾക്ക് ആ പരീക്ഷാ ഹാളിലിരുന്ന് നമ്മൾ പഠിച്ചത് മുഴുവനും മനസ്സിലേക്ക് വരുത്തുക, ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു തരും. അതാണ് താൻ പാതി ദൈവം പാതി. അല്ലാതെ പകുതി പഠിച്ചിട്ട് ബാക്കി ദൈവം ശരിയാക്കി തരും എന്ന് പറയുന്നതല്ല. അങ്ങനെ ഒരു ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു നമ്മൾ, ആ ഗുരു നമ്മളെ വളരെ നന്നായിട്ട് ഉപദേശിക്കുന്നു. അപ്പം നമ്മൾക്ക് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവാനും അല്ലെങ്കിൽ ആത്മീയമായിട്ട് കുറച്ചെങ്കിലും ചിന്തിക്കാനും മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോവാതെ വഴി തിരിച്ച് വിട്ട് അതിൽ നിന്ന് പിൻവലിക്കാനും ഒക്കെ നമ്മൾക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു മുജ്ജന്മ സുഹൃതെന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു ഭഗവാന്റെ കൃപയും നമുക്കുണ്ടാവും. ഇപ്പം നമ്മുടെ മനസ്സിൽ പണ്ടേ ഉള്ള ഒരാശയമായിരിക്കും, അത് ആ ജന്മത്തിൽ പഴയ ജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് അതിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗുരുനാഥനെ കണ്ടുപിടിക്കുന്നു. നമ്മൾക്ക് നല്ലൊരു ഗുരുനാഥനെ കിട്ടി. അപ്പോൾ ആ ഗുരുനാഥൻ നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നു. ശരി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് നമ്മളും പറയുന്നു. പക്ഷെ നാളെ മുതൽ വീണ്ടും നമ്മൾ പഴയപടി നമ്മുടേതായിട്ടുള്ള സ്വഭാവം കാണിച്ച് പോവുകയാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഗുരുനാഥൻ നല്ലൊരു വഴി കാണിച്ചു തരികയാണ് ചെയ്യണം ലക്ഷ്യത്തിലേക്ക് എത്താൻ. ആ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ലക്ഷ്യത്തിലെത്തുമോ? ഇല്ലല്ലോ. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാനങ്ങനെ പ്രവർത്തിക്കാട്ടോ എന്ന് പരിഷ്കരിച്ച് വന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നടക്കുക തന്നെ വേണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക തന്നെ വേണം. അപ്പോൾ സാധാരണ നമുക്ക് ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ, ചിലപ്പോൾ ദുരനുഭവങ്ങളൊക്കെ വരും ചില കാര്യങ്ങളിലല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കും. ചീത്ത അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യം, മുൻകോപം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം തന്നെ നമ്മൾ സാധാ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചൂടായി എന്ന് പറയുമല്ലേ, പെട്ടെന്ന് ദേഷ്യം വരും. ആ പ്രതികരിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ കഷ്ടമായിപ്പോയി, ഞാനിപ്പോൾ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞേ, അന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തന്നെ ഇരിക്കണം. നമ്മൾ തന്നെയാണ് നമ്മളുടെ ബന്ധു, നമ്മൾ തന്നെയാണ് നമ്മളുടെ ശത്രു. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ആത്മപരിശോധന നടത്തണം. നമ്മൾക്ക് കുറേ ദൗർബല്യങ്ങളുണ്ട്, അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ആത്മാനം അവസാദയേതെന്നാണ്. ഒരു മുന്നറിയിപ്പാണത്. എന്താണ്? നമ്മൾ ഹാനികരങ്ങളാണ്. ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഇത് ചീത്തയാണ്, ഇത് നല്ലതാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും വളരെ നന്നായിട്ടേ പ്രവർത്തിക്കുള്ളൂ എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത ആൾക്കാർ വീണ്ടും ഏതെങ്കിലും അതുപോലത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടാനായിട്ട് നിൽക്കരുത്. നമ്മൾ തള്ളിക്കളഞ്ഞു അത്, ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരരുത്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ ആ നിലയിലേക്ക് താഴാതെ അധപ്പതിക്കാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മളുടെ മനസ്സാണ് ശരിക്കും ഒരു സാധകൻ്റെ ശത്രു. ബുദ്ധി കുറച്ച് ആദർശങ്ങളൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ ബുദ്ധിയെയും മനസ്സിനെയും ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സാധകൻ ഒരിക്കലും ഉയരാൻ പറ്റില്ല. പക്ഷെ കൊണ്ടുവന്നാലോ ആ സാധകനെ ഉയരാനായിട്ട് സാധിക്കും. യഥേഷ്ടമായിട്ട് ഇങ്ങനെ പുറത്തുള്ള വിഷയങ്ങളിലേക്കൊക്കെ അലയാൻ മനസ്സിനെ വിട്ടുകഴിഞ്ഞാൽ അത് അധപ്പതനാണ് സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് താൻ തന്നെ ഉയർത്തുന്നു, തന്നെ താഴ്ത്തുന്നതും താൻ തന്നെയാണെന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് തന്നെ, മനസ്സിൻ്റെ സഹായം കൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ഉദ്ധരിക്കണം. അധപ്പതിക്കാൻ പോകരുത്. ബദ്ധനായിട്ടുള്ള ആത്മാവിനെ തൻ്റെ മനസ്സ് തന്നെയാണ് ബന്ധു, ആ മനസ്സ് തന്നെയാണ് ശത്രുവായിട്ടും വരുന്നത്.
അപ്പോൾ നമ്മൾ ആവുമ്പോൾ ബന്ധനങ്ങളാണ് അവിടെ വരുന്നത്. പക്ഷെ വിഷയത്തിൽ നിന്നൊക്കെ വേർപെട്ട് കഴിഞ്ഞാൽ അത് മുക്തിക്കാണ് ഹേതുവാകുന്നത്. അതുകൊണ്ടാണ് അത് തന്നെയാണ് ശത്രു, അല്ലെങ്കിൽ അത് തന്നെയാണ് ബന്ധു എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ് വിവരിക്കുന്നത്. 5 ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിയത്. അടുത്തത് 6ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.